നമസ്തേ. നമ്മൾ ഇന്നത്തെ ഡിസ്കഷൻ എന്ന് പറയുന്നത് ഫിസിക്സിലെ വളരെ ചെറിയൊരു ചാപ്റ്ററാണ്. എന്നുവെച്ചാൽ നല്ല ഇമ്പോർട്ടൻസുള്ള പേപ്പറാണ്. പേര് വർക്ക് പവർ എനർജി. കുറച്ച് കാര്യങ്ങളെ നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. എന്നാൽ വെച്ചാൽ ബാക്കിയുള്ള ചാപ്റ്റേഴ്സിൻ്റെ അതേ വെയിറ്റേജ് ഉണ്ടതാണ്. തീർച്ചയായിട്ടും ഇങ്ങനത്തെ ചാപ്റ്ററുകൾ നിങ്ങൾ ഫോക്കസ് ചെയ്താൽ നിങ്ങൾക്ക് കുറേ കൂടി കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. കുറച്ച് കാര്യങ്ങളെ നമുക്കതിന് പറയാനുള്ളൂ. ഓക്കെ, നമുക്ക് കുറച്ച് കാര്യം കൂടി ഞാൻ പറഞ്ഞോട്ടെ ഈ അവസരത്തിൽ. അതായത് ഞങ്ങളുടെ എൻട്രൻസ് കോച്ചിങ് തുടങ്ങിയിട്ട് ഏകദേശം 40 വർഷത്തിൽ മേലെയായി. കേരള എൻട്രൻസിന് ആണെങ്കിൽ പ്രിപ്പറേഷൻ ആദ്യകാല കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അന്ന് മുതൽ ഞങ്ങൾ റൺ ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ ആ എൻട്രൻസ് ഫീൽഡുമായിട്ടുള്ള എക്സ്പീരിയൻസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് ഞങ്ങൾ 2 പ്രോഗ്രാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതായത് ഒന്ന് ഒരു ഇൻറ്റൻസീവ് ക്രാഷ് കോഴ്സാണ്. അതായത് ഒരു പരീക്ഷയ്ക്ക് മുമ്പായിട്ടുള്ള കുറച്ച് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നിങ്ങൾ എല്ലാ ചാപ്റ്റേഴ്സും ഒന്ന് ബ്രഷപ്പ് ചെയ്യാനുള്ളൊരു പ്രോഗ്രാമാണ്. അത് 2 സ്റ്റേജിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. CBSE കുട്ടികളുടെ എക്സാം നേരത്തെ കഴിയും. അവർക്ക് മാർച്ച് 13, ഈ അടുത്ത മാസം മാർച്ച് 13 ആരംഭിക്കും. സ്റ്റേറ്റ് ബോർഡിനും ബാക്കി ബോർഡുകൾക്കും മാർച്ച് 18 അപ്പോഴേക്കും എക്സാംസ് തീർന്നിരിക്കും. ഓക്കെ, ഷോർട്ട് പ്രോഗ്രാം ആണെങ്കിലും ഞങ്ങളുടെ വി ആർ ഹാവിങ് വെരി എക്സ്പീരിയൻസ്ഡ് എക്സ്പേർട്ട് ഫെസിലിറ്റി നിങ്ങൾക്ക് അവൈലബിൾ ആണ്, സംശയമില്ലാത്ത കാര്യമാണ്. പിന്നെ എല്ലാ ചാപ്റ്ററും ഞങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് 1 by 1 ആയിട്ട്. അതും ഒരു സിസ്റ്റമാറ്റിക് മാനറിൽ, ഗ്രേഡഡ് മാനറിൽ. ആദ്യം ഒരു തിയറി, ബ്രീഫ് തിയറി, ഒരു റൗണ്ട് അപ്പ് കൊടുക്കും. പിന്നെ എന്താണ്, മോക്ക് ടെസ്റ്റ് ഉണ്ടായിരിക്കും, ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടായിരിക്കും. ആ ക്വസ്റ്റ്യൻ പേപ്പർ ഞങ്ങൾ ഡിസ്കസ് ചെയ്യും. മാത്രമല്ല നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യാനുസരണം ഡൗട്ട് ക്ലിയറിങ് സെഷനും ഞങ്ങൾ അറേഞ്ച് ചെയ്യുന്നതായിരിക്കും. ഇത്രയും നിങ്ങൾ കാര്യങ്ങളുണ്ട്. ഷോർട്ട് പ്രോഗ്രാം എന്ന് പറഞ്ഞാലും ക്രാഷ് പ്രോഗ്രാം എന്ന് പറഞ്ഞാലും നമ്മൾ എല്ലാതും ചാപ്റ്റർ വൈസാണ് ഞങ്ങൾ മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഫസ്റ്റ് ഇയർ പോർഷൻസ് നിങ്ങൾ അത്രയും ഫെമിലിയർ ആയിരിക്കില്ല, ഒന്ന് ബ്രഷപ്പ് ചെയ്യാനായിട്ട്. സെക്കൻഡ് ഇയർ പോർഷനും നിങ്ങൾക്ക് ഒന്നും കൂടി ഒന്ന് എൻട്രൻസ് ട്യൂണിലൊന്ന് ചെയ്യാനായിട്ട് നിങ്ങൾക്കൊരു അവസരം തരികയാണ്. അപ്പോൾ നിങ്ങളത് യൂട്ടിലൈസ് ചെയ്യുക. ഡീറ്റെയിൽസിന് ഞങ്ങളുടെ ഓഫീസ് ഫോൺ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഞങ്ങളുടെ വെബ്സൈറ്റ് ഉണ്ട്, ഞങ്ങളുടെ ഫോൺ നമ്പേഴ്സ് ഉണ്ട്. യു ക്യാൻ കോൺടാക്ട്, യു ക്യാൻ ഗെറ്റ് ഓൾ ദ ഡീറ്റെയിൽസ് റിഗാർഡിങ് ഇറ്റ്. ഓക്കെ, നൗ അടുത്ത പ്രോഗ്രാം ഇപ്പോഴത്തെ മോഡേൺ ഞങ്ങൾ ടീച്ചിങ് മെത്തേഡ്സ് നിങ്ങൾക്ക് CBSEയുടെയും സ്റ്റേറ്റിൻ്റെയും, അതായത് കറക്റ്റ്ലി സ്പീക്കിംഗ് NCERT ബേസ്ഡ് സിലബസ് വെച്ചുകൊണ്ട് ഓരോ ചാപ്റ്ററും ഓരോ സബ്ജക്റ്റിലും ഞങ്ങൾ വീഡിയോസ് എടുത്തിട്ടുണ്ട്. ഓരോ ചാപ്റ്ററിലും ഫസ്റ്റ് ഇയറിലെയും സെക്കൻഡ് ഇയറിലും ഈ ചാപ്റ്റർ അക്കോർഡിംഗ് ടു ദ NCERT ഓർഡർ നിങ്ങൾക്ക് അതിൻ്റെ ഉപയോഗം നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് ഇവിടെ. നിങ്ങളുടെ ബോർഡിൽ കാണാൻ, നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അത് ഫസ്റ്റ് ഇയറിന് സെപ്പറേറ്റ് ഉണ്ട്, സെക്കൻഡ് ഇയറിന് സെപ്പറേറ്റ് ഉണ്ട്, ഓരോ ചാപ്റ്ററിനും സെപ്പറേറ്റ് ഉണ്ട്, ഓരോ സബ്ജക്റ്റിനും സെപ്പറേറ്റ് ഉണ്ട്. സോ ദാറ്റ് വിൽ ബി റിയലി ഹെൽപ്ഫുൾ ഫോർ യു. ഓക്കെ, നൗ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് വരാം. വർക്ക് പവർ എനർജിയിലെ ക്വസ്റ്റ്യൻസിലേക്ക് വരാം. ബോഡി ഓഫ് മാസ് 0.2 kilogram moves on a straight line path with a velocity v. The net work done by the driving force during the displacement from 0 to 2 meter. ഓക്കെ, നമ്മൾ നോർമൽ വേയിൽ നമ്മൾ പ്രൊസീഡ് ചെയ്യുമ്പോൾ നമ്മൾ വെലോസിറ്റി ഇക്വേഷൻ ഉണ്ട്. നമുക്കതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താലേ ആക്സലറേഷൻ കിട്ടും. വിത്ത് റെസ്പെക്ട് ടു ടൈം ഡിഫറൻഷിയേറ്റ് ചെയ്താലേ ഇവിടെ നമുക്ക് കിട്ടുന്ന ആക്സലറേഷൻ ഒരു വേരിയബിൾ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യേണ്ടി വരും.
അതിൻ്റെ ടോട്ടൽ വർക്ക് ഡൺ കാണാനായിട്ട്. കാരണം വാരിയബിൾ ഫോഴ്സാണ്, മാസ് ഇൻറ്റു ആക്സലറേഷൻ ആണ് ഫോഴ്സ്. കുറച്ചും കൂടിയും ഒരു ലെങ്തി പ്രോസസ്സാണ്. പക്ഷേ നമുക്ക് വർക്കിൻ്റെ കാര്യത്തിൽ വേറൊരു മെത്തേഡ് കൂടി ഉണ്ട്. വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. പല കേസസിലും ഈ ഒരു അപ്രോച്ചാണ് നിങ്ങൾ കുറെ കൂടി ഈസി ആയിരിക്കും. വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി അപ്രോച്ച് ആയിരിക്കും നിങ്ങൾ കുറെ കൂടി ഫീസിയബിൾ ആവാം. വേറെ മെത്തേഡ് ഇല്ലെന്നല്ല. നിങ്ങൾക്ക് വെലോസിറ്റിൻ്റെ ഡിഫറൻഷിയേറ്റ് ആക്സിലറേഷൻ കിട്ടും. മാസ് ഇൻറ്റു ആക്സിലറേഷൻ ഫോഴ്സാണ്. ഇവിടെ ഫോഴ്സ് വാരിയബിൾ ആയിരിക്കും, നോക്കിക്കഴിഞ്ഞാൽ കാണാം. അപ്പോൾ നമുക്ക് വർക്ക് ഡൺ കാണണമെങ്കിൽ ഇൻറ്റഗ്രൽ എഫ് ഡി എക്സ് x1 to x2. പക്ഷേ അതിലും കുറെ കൂടി നിങ്ങൾക്ക് എളുപ്പം ഈ ഒരു മെത്തേഡിലായിരിക്കും. എന്താണ്? വർക്ക് ഡൺ ഈസ് ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. ഞാൻ ആദ്യം ഇപ്പോൾ വെലോസിറ്റി കണ്ടുപിടിക്കുമ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി, അതായത് വി എക്സ് ഈസിക്കൽ ടു 0 വെലോസിറ്റി, ഒന്നും ചെയ്യാനില്ല. എക്സിന് 0 കൊടുക്കുക, അപ്പോൾ 2 എന്ന് കിട്ടി, 2 meter/second എന്ന് കിട്ടി. അടുത്തത് എക്സിനെ 2 എന്ന് കൊടുക്കുക, അപ്പോൾ എന്ത് കിട്ടി? 2 into x² will be x² is 4, 4 into 2 8, 8 plus 2 10 അല്ലേ? x² is 4, 4 into 2 8, 8 plus 2 that is എന്ത് കിട്ടി? 10 meter/second കിട്ടി. ഒന്നുകൂടി, എക്സിന് ആദ്യം 0 കൊടുത്തു, അപ്പോൾ 2 meter/second, എക്സിന് 2 കൊടുത്തു, അപ്പോൾ നിങ്ങൾക്ക് 10 meter/second കിട്ടി. ഇനി വർക്ക് ഡൺ എന്താണ്? ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. ഞാൻ ഹാഫ് അങ്ങ് പുറത്തേക്ക് എടുത്തു. വർക്ക് വെലോസിറ്റി അറ്റ് എക്സ് ഈസ് ഇക്വൽ ടു c ഹോൾ സ്ക്വയർ മൈനസ് വെലോസിറ്റി എക്സ് ഈസ് ഇക്വൽ ടു 0 ഹോൾ സ്ക്വയർ. ഹാഫ് മാസ് തന്നിട്ടുണ്ട് ക്ലിയർ ആയിട്ടും. മാസിൻ്റെ വാല്യൂ എത്ര കൊടുത്തിരിക്കുന്നത്? 0.2. ഓക്കെ, കാൽക്കുലേഷനൊക്കെ എന്ത് എളുപ്പമാണ് നോക്കൂ. വി എക്സ് ഇസ് ഈക്വൽ ടു 2, എത്ര കിട്ടിയിരിക്കുന്നത്? 10 meter, അതിൻ്റെ സ്ക്വയർ മൈനസ് വി എക്സ് 0, അതിൻ്റെ വാല്യൂ 2 എന്നാണ്, അതിൻ്റെ സ്ക്വയർ 4 ആണ്. 0.2 ഇൻറ്റു ഹാഫ് 0.1 ആണ്. ഇത് 100 minus 4 96 ആണ്. വളരെ എളുപ്പത്തിൽ ആൻസർ കിട്ടി, ഒരു സ്ട്രെയിനും ഇല്ലാതെ 96 joules, 9.6 joules. ഉണ്ടോ? ബുദ്ധിമുട്ടില്ല. അപ്പോൾ ഇതായിരിക്കും ഈ കേസിൽ നിങ്ങൾക്ക് അപ്രോച്ച് ചെയ്യാൻ എളുപ്പം. അതായത് വർക്ക് ഡൺ ഈസ് ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? നോക്കാം. ഇതൊരു തിയറി ക്വസ്റ്റ്യനാണ്, കൊളീഷനിലെ ക്വസ്റ്റ്യനാണ്. പറഞ്ഞിരിക്കുന്ന കൊളൈഡിങ് പാർട്ടിക്കിൾ ആഫ്റ്റർ കൊളീഷൻ മൂവ് ടുഗദർ. ഇൻസ്റ്റെഡ് ഓഫ് സേയിങ് മൂവ് ടുഗദർ, അതിൻ്റെ വേറൊരു അർത്ഥമാണ് ദേ സ്റ്റിക്ക് ടുഗദർ. എന്നാലും മൂവ് ടുഗദർ ആവുള്ളൂ. ദേ സ്റ്റിക്ക് ടുഗദർ. രണ്ട് ബോഡിയും ഒരു സിംഗിൾ ബോഡി ആയിട്ട് മൂവ് ചെയ്യും. നമ്മൾ പഠിച്ചിട്ടുണ്ട് എപ്പോഴാണ് കൊളീഷനിൽ സ്റ്റിക്ക് ടുഗദർ? പെർഫെക്റ്റ്ലി inelastic collision. Perfectly inelastic collision, both the bodies stick together and move together. നിങ്ങളുടെ ആൻസർ പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക്. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല, ഇവിടെ കാൽക്കുലേഷൻ ഒന്നുമില്ല. ഇനി കൈനറ്റിക് എനർജി ഓഫ് എ മൂവിങ് ബോഡി റെഡ്യൂസസ് ടു, ഇവിടെ നിങ്ങൾ കെയർഫുൾ ആയിരിക്കണം. റെഡ്യൂസസ് ബൈ ആണോ റെഡ്യൂസസ് ടു ആണോ? റെഡ്യൂസസ് ടു 49% അല്ലേ? ഇതിൻ്റെ അർത്ഥം ഞാൻ ഇങ്ങനെ പറയട്ടെ, kinetic energy becomes 49%. 49% എന്ന് പറയുന്നത് 49/100. Kinetic energy becomes 49/100 of initial value. Okay, ഇതിൻ്റെ അർത്ഥം 49% means 49/100. Therefore, velocity becomes, നമുക്കറിയാം കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ഹാഫ് mv² ആണ്. മാസിന് മാറ്റമില്ല. കൈനറ്റിക് എനർജി മാറിയെങ്കിലേ വെലോസിറ്റി മാറിയതാണ്, സ്ക്വയർ ആയിട്ടാണ് മാറുന്നത്. അതുകൊണ്ട് വെലോസിറ്റി ബിക്കംസ് എങ്ങനെ? റൂട്ട് ഓഫ് 49/100. That is 7/5 times. That means V final
velocity is 7/10 of initial value. Okay, ഇതാണ് നമുക്ക് ഏറ്റവും എളുപ്പമുള്ള മാർഗം. എനിക്ക് വേണ്ടത് പെർസെൻറ്റേജ് റെഡ്യൂസ് ടു എത്രയായിന്ന്, റെഡ്യൂസ് ടു എത്രയായി, 7/10 ആയി. അപ്പൊ എത്ര, റെഡ്യൂസ് ബൈ അല്ല, റെഡ്യൂസ് ടു. റെഡ്യൂസ് ടു എന്ന് പറഞ്ഞാൽ എത്രയാണ്, വെലോസിറ്റി ബിക്കംസ് എത്രയാണ്, 7/10 into 100. That is 70% of initial value. വേഡിങ് ഒന്ന് ശ്രദ്ധിക്കണം. പെർസെൻറ്റേജ് ചേഞ്ച് ആണ് ചോദിക്കുന്നത്, അല്ലെങ്കിൽ ചോദിച്ചിട്ടില്ല, ഓപ്ഷൻസ് മുഴുവൻ പെർസെൻറ്റേജ്. ഓക്കെ, അപ്പൊ അങ്ങനെ മേക്കൗട്ട് ചെയ്യണം. ഇനി രണ്ടാമത് നമ്മൾ എടുത്തിരിക്കുന്നത് റെഡ്യൂസ്ഡ് ബൈ അല്ല, റെഡ്യൂസ്ഡ് ടു. രണ്ടും റെഡ്യൂസ്ഡ് ടു ആണ്. ഒന്നുകൂടി പറയാം. കൈനറ്റിക് എനർജി റെഡ്യൂസ്ഡ് ടു മീൻസ് കൈനറ്റിക് എനർജി ഇപ്പോൾ 49% ആയി, it has become 49%. It means 49/100 of the initial value. That is kinetic energy. Then what about the velocity? Velocity അതിന്റെ റൂട്ട് ആണ്. കാരണം മാസിന് മാറ്റമില്ല. കൈനറ്റിക് എനർജി മാറിയെങ്കിൽ has changed, velocity has changed. ഇത് root of 49/100 is 7/10 times of the initial value. Correct? അതായത് വി ഫൈനൽ എന്ന് പറയുന്നത് 7/10 വി. അപ്പൊ എത്ര പെർസെൻറ്റേജ് ഉണ്ട്, 7/10 into 100, 70%. അല്ലെങ്കിൽ എത്രയുണ്ട്, വി ഫൈൻ, നമുക്ക് മാത്തമാറ്റിക്കലി പറയാം, വി ഫൈനൽ ബൈ ഇനീഷ്യൽ ഇൻറ്റു 100. വാട്ട് ഈസ് വി ഫൈനൽ, 7/2 into വി ബൈ വി into 100, and that comes to be 70%. Okay, answer 2 എന്നാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം നമുക്ക്. തിയറി ക്വസ്റ്റ്യൻ ആണ്. ഫോൾസ് സ്റ്റേറ്റ്മെന്റ് എന്താണ്, വർക്ക് എനർജി തിയറം ഹോൾഡ്സ് ഗുഡ് ഇൻ ഓൾ ഇനേർഷ്യൽ ഫ്രെയിം. അത് ഫോൾസ് അല്ല, എക്സാക്ട്ലി കറക്റ്റ് ആണ്. വർക്ക് എനർജി തിയറം ഈസ് നോട്ട് ഇൻഡിപെൻഡന്റ്. നിങ്ങൾ NCERT ബുക്കിൽ പ്രത്യേകിച്ച് ഒരു പാരഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. വർക്ക് എനർജി തിയറം ഇസ് എൻ ഇന്റഗ്രൽ ഫോം ഓഫ് ന്യൂട്ടൺ സെക്കൻഡ് ലോ. പ്രത്യേക ഒരു ഡിസ്കഷൻ കൊടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു 2 years ബാക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ദ ക്വസ്റ്റ്യൻ വാസ് ആസ്ക്ഡ് ഫോർ കേരള സ്റ്റേറ്റ് ബോർഡ് തിയറി എക്സാമിനേഷൻ ചോദിച്ചിരുന്നു. അതായത് വർക്ക് എനർജി തിയറം ഇന്റഗ്രൽ ഫോമിലാണ്, മറ്റേത് ഇൻസ്റ്റന്റേനിയസ് ആണ്. അവർ ഉപയോഗിച്ച വാക്ക് ടെമ്പറൽ ആണ്, മറ്റേത് ഓവർ റേഞ്ച് ആണ്. വർക്ക് എനർജി തിയറം വർക്ക് എനർജിയാണ്, അത് സ്കെയിലർ ക്വാണ്ടിറ്റി ആണ്, സ്കെയിലർ ഫോമിലാണ്. പക്ഷെ ന്യൂട്ടൺ സെക്കൻഡ് ലോ വെക്ടർ ഫോമിലാണ്. രണ്ടും പറയുന്നത് ഫോഴ്സിന്റെ കോൺസിക്വൻസസ് ആണ്. ന്യൂട്ടൺ സെക്കൻഡ് ലോ പറയുന്ന ഫോഴ്സിന്റെ മൊമെന്ററി അല്ലെങ്കിൽ അവർ ഉപയോഗിച്ച വാക്ക് ടെമ്പറൽ ആക്ഷൻ ആണ്. ഫോഴ്സ് ക്യാൻ ആക്സിലറേറ്റ് എ ബോഡി അറ്റ് ദറ്റ് മൊമെന്റ്. പക്ഷേ വർക്ക് എനർജി തിയറം പറയുന്ന ഓവർ എ റേഞ്ച് ഓഫ് ഡിസ്റ്റൻസ് എത്രമാത്രം ഫോഴ്സിന്റെ കോൺസിക്വൻസ് ഉണ്ട്, എത്രമാത്രം വർക്ക് ചെയ്യുന്നുണ്ട്. ഒരെണ്ണം വെക്ടർ ഫോമിലാണ്, ഒരെണ്ണം സ്കെയിലർ ഫോമിലാണ്. ഓക്കെ, ഒരെണ്ണം ഓവർ റേഞ്ച് ഓഫ് ഡിസ്റ്റൻസ് ആണ്, മറ്റേത് ഓരോ മൊമെന്റ് ആണ്. അതുകൊണ്ട് രണ്ടും റിലേറ്റഡ് ആണ്. അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, വർക്ക് എനർജി തിയറം എന്ന് പറയുന്നത് ന്യൂട്ടൺ സെക്കൻഡ് ലോയുടെ ഒരു ഇന്റഗ്രൽ വെർഷൻ ആണെന്ന് പറയും. അങ്ങനെ ഒരു ഡിസ്കഷൻ NCERT ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അപ്പോൾ അതും കറക്റ്റാണ്, തെറ്റല്ല. വർക്ക് ഡൺ ഈസ് സ്കെയിലർ, തീർച്ചയായിട്ടും കറക്റ്റാണ്, അതും നമ്മുടെ ആൻസർ അല്ല. വർക്ക് ഡൺ ബൈ ഫ്രിക്ഷൻ ഓവർ എ ക്ലോസ് പാത്ത് ഇസ് 0. അതിനെ വർക്ക് ഡൺ ബൈ ഫ്രിക്ഷൻ എന്ന് പറയുന്നത് ഫ്രിക്ഷണൽ ഫോഴ്സ് നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് ആണ്. കൺസർവേറ്റീവ് ഫോഴ്സ് ആണെങ്കിൽ മാത്രമേ വർക്ക് ഡൺ ഓവർ എ ക്ലോസ് പാത്ത് 0 ആവുള്ളൂ. ഫ്രിക്ഷണൽ ഫോഴ്സ് കൺസർവേറ്റീവ് അല്ല, അതുകൊണ്ട് വർക്ക് ഡൺ ഓവർ എ ക്ലോസ് പാത്ത് ക്യാൻ നോട്ട് ബി 0. അതാണ് തെറ്റായിട്ടുള്ള ആൻസർ. നമ്മുടെ ആവശ്യമുള്ള ആൻസർ അത് തന്നെയാണ്. ഇതാണ് തെറ്റായിട്ടുള്ള ആൻസർ, വർക്ക് ഡൺ. ഇനി വർക്ക് ഡൺ ബൈ എ ഫ്രിക്ഷൻ ഓൺ മൂവിങ് ബോഡീസ് നെഗറ്റീവ്. ഓക്കെ, വർക്ക് ഡൺ ബൈ ഫ്രിക്ഷൻ ഓൺ മൂവിങ് ബോഡിയുടെ കേസിൽ നമുക്ക് വർക്ക് ഡൺ നെഗറ്റീവ് എടുക്കാം. ഓക്കെ, ഇതാണ് കുറെ കൂടി ബെസ്റ്റ് ആയിട്ടുള്ള ആൻസർ. വർക്ക് ഡൺ ബൈ ഫ്രിക്ഷൻ ഓർ എ ക്ലോസ് പാത്ത് ഇസ് 0, നോട്ട് 0. യെസ്, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. എന്താണ്, 2 bodies have masses in the ratio 1:3. ഞാൻ M1:M2 1:3 ആണ്.
they have equal linear momentum. നമുക്ക് അതിൻ്റെ റേഷ്യോ ഓഫ് ദി കൈനറ്റിക് എനർജീസ് കാണാം. ഇവിടെ കുറച്ച് കാര്യം ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഈ അവസരത്തിൽ നമുക്ക് ആവശ്യം വരുന്നതാണ്. ലിസൺ, നിങ്ങൾക്ക് തന്നിരിക്കുന്ന കാര്യം ഇതാണ്: m1v1 is equal to m2. അതായത് both the bodies have equal linear momentum. നമുക്ക് വേണ്ടത് റേഷ്യോ ഓഫ് കൈനറ്റിക് എനർജിയാണ്. E1 by E2 is equal to എന്താണ്? ഹാഫ് m1 v1 സ്ക്വയർ ഡിവൈഡഡ് ബൈ ഹാഫ്. ഇതാണ് നമ്മുടെ റിക്വയർമെൻറ്റ്. ഇത് തന്നിട്ടുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം. ഹാഫ് ഒന്ന് ആദ്യം ക്യാൻസൽ ചെയ്ത് കളയാം. ഞാനിവിടെ m1 v1 സ്ക്വയർന്നെടുത്തു. അപ്പോൾ എനിക്കിവിടെ ഒരു m1 അധികം ഉണ്ട് ന്യൂമറേറ്ററിൽ. ഞാനപ്പോൾ അതിനെ ഡിവൈഡ് ചെയ്തു m1 കൊണ്ട്. ഡിനോമിനേറ്റർ ഞാൻ എന്തെടുത്തു? m2 v2 സ്ക്വയർന്നെടുത്തു. അപ്പോൾ എനിക്ക് അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ m2 ന്യൂമറേറ്ററിൽ എടുത്തു. m1 v1 മൊമെൻ്റ് ആണ്, m2 v2 മൊമെൻ്റ് ആണ്. ദർഫോർ മൊമെൻ്റം ഈക്വൽ ആയതുകൊണ്ട് ഫസ്റ്റ് ടേം എന്താണ്? ഈക്വൽ ആണ്. എൻ്റെ റേഷ്യോ 1 ആണ്. ഓട്ടോമാറ്റിക്കലി റേഷ്യോ ബിറ്റ്വീൻ ദ കൈനറ്റിക് എനർജീസ് ഇൻവേഴ്സ് റേഷ്യോ. ഇതൊരു സ്റ്റാൻഡേർഡ് റിസൾട്ടാണ്, നിങ്ങൾ ഓർത്തിരിക്കേണ്ടതാണ്. ഞാനത് ഡിറൈവ് ചെയ്തു ബോർഡിൽ. നിങ്ങൾ ഓർത്തിരിക്കണം. എന്താണ്? ടു ബോഡീസ് ഓഫ് ഈക്വൽ മൊമെൻറ്റ, റേഷ്യോ ബിറ്റ്വീൻ ദർ കൈനറ്റിക് എനർജീസ് വിൽ ബി ഇൻവേഴ്സ് റേഷ്യോ ഓഫ് ദർ മാസസ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ ആദ്യം നമുക്ക് പറയാം. നമ്മുടെ ആൻസർ എന്താണ്? മാസസിൻ്റെ റേഷ്യോ 1:3 ആണ്. നമ്മുടെ ആൻസർ 3:1 ആണ്. ഞാൻ ആദ്യം ആൻസർ പറഞ്ഞോട്ടെ. ഇനി ഞാൻ ഇവിടെ വേറെ ചിലൊരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തോട്ടെ. ദിസ് തിങ് ഞാൻ ഇങ്ങനെ എഴുതുന്നു. എങ്ങനെ എഴുതുന്നു? ഹാഫ് ക്യാൻസൽ ചെയ്ത് പോയി. ആ v1 അങ്ങ് പുറത്തെടുത്തു. m1 v1 ഇൻറ്റു v1. കറക്റ്റ്. ഹാഫ് m1 v1 സ്ക്വയറിൽ ഹാഫ് ക്യാൻസൽ ചെയ്ത് പോയി. m1 v1 സ്ക്വയറിന് m1 v1 ഇൻറ്റു v1. താഴെ അതുമാതിരി m2 v2 ഇൻറ്റു v2. ഇനി പറയൂ, മൊമെൻറ്റം സെയിം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം എനിക്ക് ഈ ടേം ക്യാൻസൽ ചെയ്ത് കളയാം. എനിക്ക് എന്ത് കിട്ടി? അപ്പം നിങ്ങൾക്ക് വേറൊരു റിസൾട്ട് കൂടി വന്നിരിക്കുന്നു. രണ്ട് ബോഡിക്ക് ഈക്വൽ മൊമെൻറ്റം ആണെങ്കിൽ റേഷ്യോ ബിറ്റ്വീൻ ദിയർ കൈനറ്റിക് എനർജീസ് ആദ്യം കിട്ടി. ഫസ്റ്റ് യു ഗോട്ട് ഇറ്റ് ആസ് ഇൻവേഴ്സ് റേഷ്യോ ഓഫ് മാസസ്. നൗ യു ഗെറ്റ് ഡയറക്റ്റ് റേഷ്യോ ഓഫ് വെലോസിറ്റീസ്. ബോത്ത് വേ യു റിമെമ്പർ ഇറ്റ്. ടു ബോഡീസ് ഓഫ് ഈക്വൽ മൊമെൻറ്റ, ratio between their kinetic energies will be either mass in the inverse ratio or direct ratio of their velocities. Okay. ഇത് പറഞ്ഞപ്പോൾ നമുക്ക് ഇതിൻ്റെ വേറെയും അപ്ലിക്കേഷൻസ് നമുക്ക് വരാം. വേറെയും ചാപ്റ്ററിൽ എവിടെയാണെന്നറിയാം. ഇത് ട്രാൻസ്ലേറ്ററി മൊമെൻ്റ് ആണ്. റൊട്ടേഷനിലേക്ക് പോയാലോ ഇതിൻ്റെ കൗണ്ടർ പാർട്ട് എന്തായിരിക്കും? കൗണ്ടർ പാർട്ട് two bodies have equal angular momentum. ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു. ട്രാൻസ്ലേഷന് വരും റൊട്ടേഷനിലേക്ക് പോയാലേ ടു ബോഡീസ് ഹാവ് ഈക്വൽ ആംഗുലർ മൊമെൻറ്റം. റേഷ്യോ ഓഫ് ദെയർ റൊട്ടേഷണൽ കൈനറ്റിക് എനർജി. ഒന്നാലെ മാസിൻ്റെ പകരക്കാരനാണ് ആരെ? മൊമെൻ്റ് ഓഫ് എനർജി. അപ്പം അങ്ങനെ പറയാം, ടു ബോഡീസ് ഹാവ് ഈക്വൽ angular momentum, ratio between their kinetic energies will be inverse ratio of their moment of inertia. അല്ലെങ്കിലോ ഇവിടെ കിട്ടിയിരിക്കുന്നു ട്രാൻസ്ലേറ്ററി മോഷനിൽ വെലോസിറ്റിയുടെ റേഷ്യോ. അപ്പോൾ അവിടേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് എന്ത് പറയാം? ടു ബോഡീസ് ഹാവ് ഈക്വൽ ആംഗുലർ മൊമെൻറ്റം, റേഷ്യോ ബിറ്റ്വീൻ ദെയർ റൊട്ടേഷണൽ കൈനറ്റിക് എനർജി വിൽ ബി റേഷ്യോ ഓഫ് ദെയർ ആംഗുലർ വെലോസിറ്റീസ്. അപ്പോൾ ഇത് പഠിച്ചതുകൊണ്ട് നമുക്കൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. വെൻ ഇറ്റ് ഈസ് കമ്മിങ് ടു റൊട്ടേറ്ററി മോഷൻ വി ക്യാൻ ടേക്ക് ദി എക്സാക്ട് കൗണ്ടർ പാർട്ട്. ഇനി ഇതിൻ്റെ റിവേഴ്സിലേക്ക് ഒന്ന് പോവാം. എന്താ റിവേഴ്സ്? ടു ബോഡീസ് ഹാവ് ഈക്വൽ കൈനറ്റിക് എനർജി. നിങ്ങളുടെ ക്വസ്റ്റ്യൻ ടു ബോഡീസ് ഹാവ് ഈക്വൽ മൊമെൻ്റ് ആയിരുന്നു. ടു ബോഡീസ് ഹാവ് ഈക്വൽ കൈനറ്റിക് എനർജി. അതായത് ഹാഫ് m1 v1 സ്ക്വയർ ഇസ് ഈക്വൽ ടു ഹാഫ് m2
2v2 square. യെസ്, നമുക്ക് വേണ്ടത് റേഷ്യോ ഓഫ് ദെയർ എന്താണ്? റേഷ്യോ ഓഫ് ദെയർ മൊമെൻ്റ് വേണ്ടത് P1 by P2 ആണ്. P1 by P2 ആണ്. P1 by P2 എന്താണ്? M1 V1 ഡിവൈഡഡ് ബൈ M2. നമുക്ക് ഇവിടുന്ന് ഹാഫ് ഒന്ന് ക്യാൻസൽ ചെയ്ത് കളയാം. നമുക്ക് എന്ത് എഴുതാം? M1 V1 ഇൻറ്റു V1 M2 V2 ഇൻറ്റു V2. കറക്റ്റ്. എനിക്ക് വേണ്ടത് M1 V1 ഡിവൈഡഡ് ബൈ M2 V2 ഈസ് ഈക്വൽ ടു V2 ബൈ V1. റിലേഷൻ അങ്ങനെ, അതായത് റേഷ്യോ ബിറ്റ്വീൻ ദിയർ മൊമെൻറ്റം വിൽ ബി വാട്ട്? ഇൻവേഴ്സ് റേഷ്യോ ഓഫ് ദ വെലോസിറ്റി. ഇനി നമുക്ക് മാസും കൊണ്ടുവരാം. എങ്ങനെയാണ് നമുക്ക് നോക്കാം മാസ് കൊണ്ടുവരുന്നു? ഞാൻ ഈ ഇക്വേഷന് ഒന്നും കൂടി എഴുതുന്നു. എങ്ങനെ എഴുതുന്നു? M1 V1 ഹോൾ സ്ക്വയർ ഇൻറ്റു M1. കറക്റ്റ് അല്ലേ? M1 V1 സ്ക്വയറിൽ ഒരു M1 ഞാൻ അധികം എടുത്തു, M1 V1 സ്ക്വയർ എടുത്തു, ഇവിടെ V1 ഇങ്ങോട്ട്. ഇതേപോലെ നമുക്ക് എന്ത് വരും? M2 V2 ഹോൾ സ്ക്വയർ M2 മുകളിലേക്ക് പോയി. ഇസ്ന്റ് ഇറ്റ്? അപ്പം ഇതാണ് നമ്മൾ കിട്ടുന്ന റിലേഷൻ. യെസ് എന്ന് പറഞ്ഞ് ഇതാരാ? മൊമെൻ്റ് ആണ്. P1 ബൈ P2ൻ്റെ സ്ക്വയർ എനിക്ക് എന്ത് കിട്ടും? M1 മുകളിലേക്ക് വരും, M2 താഴേക്ക് വരും. അപ്പോൾ P1 ബൈ P2 എനിക്ക് എന്ത് കിട്ടും? റൂട്ട് ഓഫ് M1. കണ്ടോ? ഇതിൻ്റെ കൗണ്ടർ പാർട്ട് അല്ലേ? ജസ്റ്റ് ഒന്ന് റിവേഴ്സ് ചെയ്ത കാര്യങ്ങൾ ഒന്ന് നോക്കിയേ. ടു ബോഡീസ് ഹാവ് ഈക്വൽ കൈനറ്റിക് എനർജി. ആദ്യത്തെ റിസൾട്ട് റേഷ്യോ ബിറ്റ്വീൻ ദർ മൊമെൻ്റ ഞാൻ ഇവിടെ ഡിറൈവ് ചെയ്തിട്ടുണ്ട്. എന്താണ് റേഷ്യോ ബിറ്റ്വീൻ ദർ മൊമെൻ്റ? ഇൻവേഴ്സ് റേഷ്യോ ഓഫ് വെലോസിറ്റീസ്. തെറ്റരുത്. രണ്ട് ബോഡിക്കും ഒരേ കൈനറ്റിക് എനർജി ആണെങ്കിൽ റേഷ്യോ ബിറ്റ്വീൻ ദർ മൊമെൻ്റ ഇൻവേഴ്സ് റേഷ്യോ ഓഫ് വെലോസിറ്റി. ഇനിയല്ല മാസിലാണ് പറയേണ്ടെങ്കിൽ റേഷ്യോ ബിറ്റ്വീൻ ദ മൊമെൻ്റ വിൽ ബി റൂട്ട് ഓഫ് റേഷ്യോ ഓഫ് ദ മാസസ്. മാസിൻ്റെ ഡയറക്റ്റ് റേഷ്യോയുടെ റൂട്ട് ആയിരിക്കും. ഓക്കെ, അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിങ്ങളൊന്ന് ഒരു മുൻവിധി ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഒത്തിരി സമയം ലാഭിക്കാം, കാര്യങ്ങൾ വളരെ എളുപ്പമായിരിക്കും. ഓക്കെ, കമോൺ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. എന്താണ്? പാർട്ടിക്കിൾ മൂവിങ് ഹൊറിസോണ്ടൽ സർക്കിൾ ഓഫ് റേഡിയസ് 0.5 മീറ്റർ കംപ്ലീറ്റ്സ് ഹാഫ് റൊട്ടേഷൻ. വർക്ക് ഡൺ. ഇവിടെ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻ ഞാൻ അഗ്രി ചെയ്യുന്നില്ല. ഏത് വർക്ക് ഡൺ ബൈ ദ സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്ന് പറഞ്ഞിട്ട്, സെൻട്രിപെറ്റൽ ഫോഴ്സ് എപ്പോഴും ഡിസ്പ്ലേസ്മെന്റിന് മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണ്. അതുകൊണ്ട് വർക്ക് ഡൺ വിൽ ബി 0 എന്നാണ് വരേണ്ടത്. അങ്ങോട്ട് ഓപ്ഷൻ കൊടുത്തിട്ടില്ല. കാരണം സെൻട്രിപെറ്റൽ ഫോഴ്സ് ഓൾവേസ് ഡയറക്റ്റഡ് ടുവേഴ്സ് ദ സെന്റർ. at any moment its direction of motion is എന്താണ്? along the tangent ആണ്, മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണ്. വർക്ക് ഡൺ 0 ആണ്. അതുകൊണ്ട് നോ നീഡ് ഓഫ് ഡൂയിങ് വർക്ക്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. കാർ മൂവ്സ് വിത്ത് ദ സ്പീഡ് ഓഫ് 20 മീറ്റർ പെർ സെക്കൻഡ് അണ്ടർ എ ഫോഴ്സ് ഓഫ് 500 ന്യൂട്ടൺ. വെരി ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. പവർ നമ്മൾ എങ്ങനെയാണ് പറയാറ്? ഡെൽറ്റ W ബൈ ഡെൽറ്റ ടി അല്ലേ? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വർക്ക് നമുക്ക് എങ്ങനെ എഴുതാം? ഫോഴ്സ് ഇൻറ്റു ഡെൽറ്റ എക്സ് ആണ് വർക്ക് ഡൺ. ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ ടി എന്താണ്? വെലോസിറ്റി ആണ്. ഇനിയല്ല IJK ഫോമിലേക്ക് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? പവർ നമുക്ക് എങ്ങനെ പറയാം? പവർ ഈസ് ഈക്വൽ ടു F ഡോട്ട് ബി എന്ന് പറയാം. ഇവിടെ അങ്ങനെ ഒരു ഡോട്ട് പ്രൊഡക്റ്റിൻ്റെ ആവശ്യമില്ല. കാരണം പ്രത്യേകിച്ച് മെൻഷനൊന്നും ചെയ്തിട്ടില്ല ഡയറക്ഷനെ കുറിച്ച്. ഡയറക്ഷനെ കുറിച്ച് പ്രത്യേകിച്ച് ഇഫ് നോട്ട് സ്പെഷ്യലി മെൻഷൻ വി കൺസിഡർ ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് ആർ ഇൻ സെയിം ഡയറക്ഷൻ. വി ഡോണ്ട് റിക്വയർ എനി ഡോട്ട് പ്രൊഡക്റ്റ് കാൽക്കുലേഷൻ. ഇനി അല്ല, ഇഫ് ഫോഴ്സും വെലോസിറ്റിക്കും IJK ആണെങ്കിൽ നമുക്ക് മെത്തേഡ് ഉണ്ട്. പവർ ഈസ് ഈക്വൽ ടു ഫോഴ്സ് F ഡോട്ട് ബി. നൗ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ അല്ലയോ? ഇവിടെ എന്ത് വേണം? F ഇൻറ്റു വെലോസിറ്റി. ഫോഴ്സ് എത്രയാണ്? 500. വെലോസിറ്റി 20. 500 into 20, that comes to be 10,000. Answer is coming to be 10 kilowatts. Answer is coming to be 10 kilowatts on answer. Yes. Yes, answer is 10 kilowatts. Direct question.
അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. സ്പ്രിംഗ് സ്ട്രെച്ച്ഡ് ട്വൈസ് ഇസ് ഇനീഷ്യൽ എക്സ്റ്റൻഷൻ കമ്പയർഡ് ടു ദി ഇനീഷ്യൽ വാല്യൂ. ഇനീഷ്യൽ പൊട്ടൻഷ്യൽ എനർജി ഇതിലൊരു ബുദ്ധിമുട്ടില്ല. ഹാഫ് കെ എക്സ് സ്ക്വയർ. ഫൈനൽ പൊട്ടൻഷ്യൽ ഞാൻ യു ഡാഷ് ചെയ്തിരിക്കുന്നു. ഹാഫ് ഇൻറ്റു എക്സ്റ്റൻഷൻ എന്തായി? ട്വൈസ് ദി ഇനീഷ്യൽ വാല്യൂ 2x whole square, that is u dash coming to be half into k into x square into 2 into square of 4. ഇത് പഴയ വാല്യൂ ആണ്. ഇപ്പോൾ യു ഡാഷ് എന്ന് പറഞ്ഞാൽ 4. ഇവിടെ ചോദിച്ചിരിക്കുന്നത് എത്രയായി എന്നാണ്. എത്രയാണ്? 4 times ആയി. 4 times ആയി. റിമെയിൻ സെയിം ബിക്കംസ് 4 times. ആൻസർ എ എന്നാണ്. ആൻസർ എ എന്നാണ്. ശ്രദ്ധിക്കുക. ഇനി ഇതിൽ അങ്ങോട്ട് ചില മാറ്റങ്ങൾ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ചില മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. എത്ര ചേഞ്ച് വന്നു? ചേഞ്ച് ആദ്യം യു ആയിരുന്നു, ഇപ്പോൾ 4u ആയി. ചേഞ്ച് 3u ആണ്. എത്ര പെർസെൻറ്റേജ് ചേഞ്ച് വന്നു? അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ അക്കോർഡിംഗ്ലി യു ഹാവ് ടു മേക്ക്. ഇത് വളരെ പ്ലെയിൻ ക്വസ്റ്റ്യൻ ആണ്. എക്സ്റ്റൻഷൻ ഡബിൾ ആയി. വാട്ട് വിൽ ബി ദ ന്യൂ പൊട്ടൻഷ്യൽ എനർജി? ദാറ്റ് ഈസ് 4 times. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. പവർ ഓഫ് എൻ എഞ്ചിൻ ഡ്രൈവിംഗ് എ വെഹിക്കിൾ ഓഫ് മാസ് m, the speed v on a horizontal road is mu is the coefficient of friction. Then നേരത്തെ പറഞ്ഞു നമുക്ക് പവർ ആണ് വേണ്ടത്. പവറിന്റെ ഫോർമുല എന്താ? ഫോഴ്സ് ഇൻറ്റു വെലോസിറ്റി. ഇവിടെ ആംഗിൾ ഒന്നും നോക്കേണ്ട കാര്യമില്ല. ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റ് നമ്മൾ ഒരു ഡയറക്ഷനിലാണ് എടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. ഡസൻറ്റ് മാറ്റർ. ഇനി ഫോഴ്സ് ഇവിടെ ഡയറക്റ്റ് ആയിട്ട് മെൻഷൻ ചെയ്തിട്ടില്ല. ചെറിയൊരു കാര്യം പറഞ്ഞോട്ടെ. ലിസൺ, നിങ്ങൾ യു ആർ മൂവിങ് ഇൻ എ സൈക്കിൾ ആയിക്കോട്ടെ, നിങ്ങളുടെ കോമൺ വെഹിക്കിൾ അല്ലേ. ഒരു ലെവൽ റോഡാണ്. നിങ്ങൾ സൈക്കിള് പെഡൽ ചെയ്യുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ സ്പീഡ് ഇങ്ങനെ കുറഞ്ഞു വരും. കാരണം ഒബ്വിയസ് ആണ്, ഫ്രിക്ഷൻ. ഓക്കെ, ഇനി നിങ്ങൾ ഫ്രിക്ഷനെങ്കിലും കൂടുതൽ ഫോഴ്സ് നിങ്ങൾ ജനറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ സ്പീഡ് കൂടിക്കൂടി വരും. നിങ്ങൾ പെഡൽ ചെയ്യുന്നില്ലെങ്കിൽ, ഫോഴ്സ് കൊടുക്കുന്നില്ലെങ്കിൽ സ്പീഡ് കുറഞ്ഞു വരും. ഇനി അടുത്തൊരു ഓപ്ഷനുള്ളത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഒരേ സ്പീഡിൽ അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുക. യു മെയിൻറ്റെയിൻ എ സെയിം സ്പീഡ്. എൻ്റെ അർത്ഥം എന്താ? എത്ര ഫ്രിക്ഷൻ റോഡ് ഓഫർ ചെയ്യുന്നുണ്ടോ ദാറ്റ് മച്ച് ഫോഴ്സ് യു ആർ ജനറേറ്റിംഗ്. റിപ്പീറ്റ്, ഹൗ മച്ച് ഫോഴ്സ് ഫ്രിക്ഷൻ ഓഫേഴ്സ് ഈസ് ബീങ് കോമ്പൻസേറ്റഡ് ബൈ ദ ഫോഴ്സ് ജനറേറ്റഡ് ബൈ ദ പെഡലിംഗ്. isn't it? അപ്പോൾ അത് സ്റ്റഡി സ്പീഡിൽ മെയിൻറ്റെയിൻ ചെയ്യും. അപ്പോൾ അതിൻ്റെ കോൺവേഴ്സ് എന്ന് പറഞ്ഞ് സൈക്കിൾ വേണ്ട, എനി ബോഡി ഓൺ എ ലെവൽ റോഡ് ഹൈറ്റ് കൂടാനോ കുറയാനോ പാടില്ല. നമ്മൾ ഒരേ ഒരു ഫോഴ്സിനെ കുറിച്ച് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ, ഫ്രിക്ഷണൽ ഫോഴ്സ്. ഒരു ലെവൽ റോഡിലെ ഒരു വെഹിക്കിള് സ്റ്റഡി സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഫോഴ്സ് ജനറേറ്റഡ് ബൈ ദ എൻജിൻ ഈസ് നത്തിങ് ബട്ട് ദ ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ. അതാണ് ആദ്യത്തെ. യെസ്, സ്പീഡ് സ്റ്റഡിയാണ്. എത്ര സ്പീഡാണ്? വി ആണ് സ്പീഡ്. സ്പീഡ് സ്റ്റഡിയാണ് അല്ലേ? ഫോഴ്സ് ജനറേറ്റഡ് ഈസ് ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ. ഇതാണ് നമ്മുടെ ഇമ്പോർട്ടൻറ്റ് കൺക്ലൂഷൻ. ലെവൽ റോഡിലാണ് ഫ്രിക്ഷണൽ ഫോഴ്സ് എന്താ? മ്യൂ ഇൻറ്റു നോർമൽ റിയാക്ഷൻ. ലെവൽ റോഡ് ആയതുകൊണ്ട് നോർമൽ റിയാക്ഷൻ എന്താണ്? മ്യൂ എം ജി. ഇനി രണ്ടാമത്തത് പവർ. എന്താണ് പവർ വരുന്നത്? ഫോഴ്സ് ഇൻറ്റു വെലോസിറ്റി. അതായത് ഞാൻ മൾട്ടിപ്ലിക്കേഷൻ അത്ര ഉദ്ദേശിക്കുന്നുള്ളൂ. എന്താണ്? മ്യൂ എം ജി. ഓക്കെ, അപ്പോൾ ഒന്നുകൂടി പറഞ്ഞോട്ടെ. ആദ്യം ബേസിക് ഫോർമുല, പവർ ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു വെലോസിറ്റി. ഫോഴ്സ് ഇവിടെ പ്രത്യേകിച്ച് മെൻഷൻ ചെയ്തിട്ടില്ല, അത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. ഒരു ബേസിക് കൺസെപ്റ്റ് പറഞ്ഞു. ഒരു ലെവൽ റോഡിലെ വെഹിക്കിൾ ഈസ് മെയിൻറ്റെയിനിങ് എ സ്റ്റഡി സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ എഞ്ചിനോ അത് ഡ്രൈവ് ചെയ്യുന്ന ആൾക്കോ, അതായത് സൈക്കിൾ ആണെങ്കിൽ ഡ്രൈവ് ചെയ്യുന്ന ആൾ, പെഡൽ ചെയ്യുന്ന ആൾക്കോ ഒരു ഫോഴ്സ് ജനറേറ്റ് ചെയ്യണം. അല്ലാതെ സ്റ്റഡി സ്പീഡ് മൂവ് ചെയ്യില്ല. എത്ര ഫോഴ്സ് ജനറേറ്റ് ചെയ്യണം? ദറ്റ് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ. ഇവിടുത്തെ ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ ലെവൽ റോഡ് ആയതുകൊണ്ട് മ്യൂ എം ജി ആണ്, വെലോസിറ്റി വി ആണ്, പവർ ഈസ് ഈക്വൽ ടു മ്യൂ എം ജി ഉണ്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരുന്നു. തിയറി ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്തിരിക്കുന്നു. ഇൻ പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഹെഡ് ഓൺ കൊളീഷൻ എന്താണ്? ടു ബോഡീസ് വിൽ മൂവ് as one body
ആഫ്റ്റർ കൊളീഷൻ. ഓക്കെ, ഇത് ഇലാസ്റ്റിക് ആയതുകൊണ്ട് കൈനറ്റിക് എനർജി. അപ്പോൾ ഒന്നാമത്തെ ഓപ്ഷൻ തെറ്റാണ്. ടോട്ടൽ എനർജി കൺസർവ് ചെയ്യും, അപ്പോൾ അതും തെറ്റാണ്. ലീനിയർ മൊമെന്റം കൺസർവ് ചെയ്യും, അതും തെറ്റാണ്. ഏതാണ് ശരിയായിട്ടുള്ളത്? 2 bodies മൂവ് ആസ് എ സിംഗിൾ ബോഡി, ദേ വിൽ സ്റ്റിക്ക് ടുഗദർ, മൂവ് ആസ് എ സിംഗിൾ ബോഡി. നേരത്തെയും പറഞ്ഞാണ്, അതേ കൺസെപ്റ്റ് റിപ്പീറ്റ് ചെയ്തിരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. ബോഡി മൂവിംഗ് വിത്ത് കൈനറ്റിക് എനർജി സ്റ്റോപ്ഡ് ബൈ അപ്ലൈയിങ് എ ഫോഴ്സ് ഓഫ് സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ്, അല്ലേ? അപ്പോ ഫോഴ്സ് ഇൻടു ഡിസ്റ്റൻസ് നമ്മൾ പഠിച്ചിരിക്കുന്ന വർക്ക് ഡൺ ആണ്. ഹിയർ വർക്ക് ഡൺ എന്താണ്? ഇവിടെ വർക്ക് ചെയ്ത് എന്തിനു വേണ്ടിയിട്ടാണ്? സ്റ്റോപ്പ് ചെയ്യാനായിട്ടാണ്. വർക്ക് ഡൺ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജിയാണ്. വർക്ക് ഡൺ ചേഞ്ച് ഇൻ കൈനറ്റിക്. ഒന്നുകൂടി പറയട്ടെ, ഫോഴ്സ് ഇൻടു ഡിസ്റ്റൻസ് ആണ് വർക്ക്. വർക്ക് ഇവിടെ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജിയാണ്. ഡിസ്റ്റൻസ് നമുക്ക് കണ്ടുപിടിക്കാൻ ഞാൻ എക്സ് എന്ന് പറഞ്ഞു. ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി എന്താണ്? ഇപ്പോഴത്തെ കൈനറ്റിക് എനർജി -0. Therefore x is equal to E divided by F. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ, ഒന്നുമില്ല. E divided by F, 3 ആണ് ആൻസർ. ഓക്കെ, യെസ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അതും ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻ ആണ്. വർക്ക് ഡൺ ഇൻ ചേഞ്ചിങ് എലോങ്ങേഷൻ ഓഫ് സ്പ്രിംഗ്. വീണ്ടും പറയുന്നു, ഹിയർ കൈനറ്റിക് എനർജിയുടെ ക്വസ്റ്റ്യൻ ഇല്ല. ഇവിടെ ഇതും കൺസർവേറ്റീവ് ഫോഴ്സ് ആണ്. കൺസർവേറ്റീവ് ഫോഴ്സ് പഠിച്ചിരിക്കുന്ന ഐദർ എന്താണ്? ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ഓർ ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി. ന്യൂമറിക്കൽ വാല്യൂ ഞാൻ ഉദ്ദേശിക്കുന്നത്, ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി. ഓക്കെ, ഇവിടെ പൊട്ടൻഷ്യൽ എനർജിയാണ്. വർക്ക് ഡൺ ഈസ് ഡെൽറ്റ പി ഇ. നിങ്ങൾക്ക് മനസ്സിലാക്കാം ഞാൻ ഉദ്ദേശിക്കുന്നത് ഡെൽറ്റ ഫോർ ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി. ഇവിടെ യെസ്, half into k into x2 square minus half into k into x1 square. half k ഞാൻ പുറത്തെടുത്തു, x2 square minus x1 square. ഓക്കെ, ക്വസ്റ്റ്യൻസ് എല്ലാം വളരെ ഡയറക്റ്റ് സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അതായത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻ്റെ വേറൊരു രൂപമാണ്. അതായത് വർക്ക് ഡൺ ഇൻ എക്സ്റ്റെൻഡിങ് എ സ്പ്രിംഗ് ഈസ് ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി. നമ്മൾ ഫൈനലോ ഇനീഷ്യൽ ന്യൂമറിക്കൽ വാല്യൂ മാത്രമേ നോക്കുന്നുള്ളൂ. കറക്റ്റ്ലി സ്പീക്കിംഗ് വർക്ക് ഡൺ ഈസ് നെഗറ്റീവ് ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജിയാണ് നമ്മുടെ തിയറി പ്രകാരം. പക്ഷെ ഇവിടെ നമ്മൾ ഫൈനൽ ഇനീഷ്യൽ കോൺഫ്ലിക്റ്റ് ഇല്ല, നമുക്ക് ന്യൂമറിക്കൽ വാല്യൂ മാത്രം മതി. അതുകൊണ്ട് നമ്മൾ ഫൈനൽ മൈനസ് ഇനീഷ്യൽ എടുത്തു. Doesn't matter. Okay, yes. Work done is equal to change in potential energy, half k x2 square minus half k x1 square, half k into x2 square minus x1 square. ഇത്രയാണ് വർക്ക് എനർജി പവർ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ്.